ഗൈസ്, അപ്പോൾ മറ്റൊരു എമ്പുരാൻ വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ക്യാരക്ടർ അനാലിസിസ് വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ ജിതിൻ രാമദാസ് ആണ്. അതായത് ടൊവിനോ അവതരിപ്പിച്ച ജിതിൻ രാമദാസ് എന്ന കഥാപാത്രത്തെ കുറിച്ച്. അപ്പോൾ പൃഥ്വിരാജ് ഒരു യൂത്ത് ഐക്കൺ സ്റ്റാറിനെ ഈ ഒരു റോളിലേക്ക് കാസ്റ്റ് ചെയ്തത്, അല്ലെ, ടൊവിനോ ഒരു കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ടൊവിനോനെ ഇതിനകത്തേക്ക് കാസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഈ കഥാപാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ലൂസിഫർ ഇറങ്ങുന്ന ടൈമിൽ സമകാലീന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വേറൊരു സ്ഥലത്ത് നിന്നുള്ള ആള് കേരളത്തിൽ വന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇറങ്ങുകയും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ഈ ലൂസിഫർ സിനിമയിൽ കാണിക്കുന്നത്. അപ്പോ ആദ്യം സിനിമയിൽ പറയുന്നത് പോലെ തന്നെ ബോബിയാണ് ജിതിൻ രാമദാസിനെ കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. പിന്നീടാണ് മനസ്സിലാവുന്നത് സ്റ്റീഫൻ ആണെന്ന്. അപ്പൊ അതിന്റെ പ്രീക്വൽ സീനുകൾ, അല്ലെ, പ്രീക്വൽ ആയിട്ടുള്ള സീനുകൾ നമുക്ക് എമ്പുരാനിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും. പ്രീക്വൽ സീനുകളും അത് സ്റ്റീഫനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ഒരു ആത്മബന്ധം, ഒരു ബ്രദർ എന്നുള്ള ഒരു ബന്ധമൊക്കെ നമുക്ക് എമ്പുരാനിൽ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ. ഒരു സീനിൽ തന്നെ ടോവിനോ പറയുന്നുണ്ട് സ്റ്റീഫന്റെ അച്ഛൻ ആരാണെന്നുള്ള സംശയം അവിടെ ഇരിക്കട്ടെ, സ്റ്റീഫന്റെ അനിയൻ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഡയലോഗ് കൂടി അതിൽ പറയുന്നുണ്ട്, ചേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ചേട്ടനും അനിയനും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതായത് ചെറുപ്പത്തിൽ ആ ഫിലിമിൽ നമ്മൾ കാണുന്ന തന്നെ ചെറുപ്പത്തിലെ പൊളിറ്റിക്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് നാട് വിട്ടുപോയ ടൊവിനോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പൊളിറ്റിക്സിലോട്ട് വന്ന് കൊടുക്കാം ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് ആ പടം അവസാനിപ്പിക്കുന്നത്. ആ ഒരു താല്പര്യമില്ലാത്ത വ്യക്തി എന്തിന്റെ പേരിൽ വന്നു, എങ്ങനെ ആൾക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വന്നു എന്നുള്ളത് സ്റ്റീഫനുമായിട്ടുള്ള മെയിനായിട്ട് നമുക്ക് അതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുടുംബപരമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി, ആ ഒരു രീതിയും കൂടി നമുക്ക് ആ വീഡിയോയില് സിനിമയിൽ കാണാം. അതെ അതെ, സമകാലീന രാഷ്ട്രീയമായിട്ട് അതിന് ബന്ധമുണ്ടല്ലേ, ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ ഒരു പാരലൽ, ഒരു കൃത്യമായിട്ടുള്ള ഒരു പാരലൽ വരച്ചു വെക്കാനാണെങ്കിൽ, ഒരു ഒഡീഷ എന്നുള്ള സംസ്ഥാനത്ത് ബിജു പട്നായിക് എന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഏറിയ പങ്കും ആ ഒഡീഷ ഭരിച്ചിരുന്നത് പുള്ളിയായിരുന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്ത് പുള്ളിക്ക് വയസ്സാകുന്ന അവസരത്തിൽ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരുന്ന നവീൻ പട്നായിക് എന്നുള്ള ഒരു തന്റെ മകനെ ഒഡീഷയിലെ മുഖ്യമന്ത്രിയാവാൻ അദ്ദേഹം ക്ഷണിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ അടുത്താണ് പുള്ളി സ്ഥാനം ഒഴിഞ്ഞത്. നവീൻ പട്നായിക്ക് ഒരു 25 വർഷം ഒഡീഷ ഭരിച്ച് ഇപ്പോൾ സ്ഥാനം ഒഴിയുമ്പോഴും പുള്ളിക്ക് ആ സംസ്ഥാനത്തെ ഭാഷ സംസാരിക്കാൻ ഇതുവരെ അറിയില്ല എന്നുള്ളത് ഈ ഒരു സിനിമയ്ക്ക് നമ്മൾ കൃത്യമായി വരച്ചു കൊടുക്കേണ്ട ഒരു പാരലാണ്. അപ്പോൾ 25 വർഷം ആ പുള്ളി ഒഡീഷ ഭരിച്ചു, എന്നിട്ട് ആ ഒരു സംസ്ഥാനത്തെ ഭാഷയായ ഒഡിയ പുള്ളിക്ക് ഇതുവരെ സംസാരിക്കാൻ അറിയില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥാന്തരത്തിൽ തന്നെയാണ് ടൊവിനോനെ പൃഥ്വിരാജ് ഇവിടുത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് പുള്ളി മുറി മലയാളം സംസാരിച്ച് ആൾക്കാരുടെ ഒരു പരിഹാസം ഏറ്റുവാങ്ങുന്ന രീതിയിലാണ് ടൊവിനോനെ ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിന്റെ ഒടുക്കം എന്നുള്ളത്, അതിന്റെ ഒരു പോയറ്റിക് എൻഡ് എന്നുള്ളത് ടൊവിനോ ചോദിക്കുന്നുണ്ട്. ഒരു മലയാളം അറിയാതെ, നന്നായി മുണ്ട് മുറുക്കി കെട്ടാൻ അറിയാതെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ടൊവിനോ ചോദിക്കുന്നുണ്ട്. ആ ഒരു പോയറ്റിക് എൻഡും വളരെ മികച്ചതായിരുന്നു. ഇങ്ങനെ ഒരു യുവതാരത്തിന് കിട്ടേണ്ട ഏറ്റവും നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ടൊവിനോക്ക് പൃഥ്വിരാജ് കരുതി വെച്ചിരുന്നത്. അത് നന്നായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. നമ്മള് ഏകദേശം 2020 ആദ്യമായിട്ട് ലാലേട്ടന്റെ ഒരു ഇൻട്രോ കാണിക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് തോന്നും, വേണ്ട ഒരു കോടതി സീനിൽ ഒരു സെക്കൻഡ് എൻട്രി ഉണ്ട്. അതേപോലെ തന്നെ ഒരു മാസമായിട്ടുള്ള ഒരു സെക്കൻഡ് എൻട്രിയാണ് ടൊവിനോന്റെ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. 2012 പ്രഭുവിന്റെ മക്കൾ എന്ന് പറയുന്ന സഞ്ജീവ് അന്തിക്കട് ഡയറക്ട് ചെയ്ത പ്രഭുവിന്റെ മക്കളിലൂടെ തിരുശ്ശേരിയിലോട്ട് വന്ന ഒരു നടൻ. അദ്ദേഹം അതിനുശേഷം തീവ്രം എന്ന് പറയുന്ന സിനിമയിൽ ദുൽഖറിന്റെ പടത്തിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത്, പിന്നീട് ദുൽഖറിനോടൊപ്പം തന്നെ ABCD എന്ന് പറയുന്ന സിനിമയിൽ നല്ലൊരു അനഗോണിസ്റ്റിന്റെ റോളൊക്കെ പ്ലേ ചെയ്ത്, ചാർലി, അങ്ങനെ തുടങ്ങി നിരവധി സിനിമകൾ. എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് കൊടുത്ത പടം തന്നെയാണ്. ഞാൻ കേട്ടുള്ള ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട്, പൃഥ്വിരാജ് ആണ് ആക്ച്വലി നിന്റെ മൊയ്തീനിലെ അപ്പു എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് ടൊവിനോനെ സെവൻത് ഡേയില് ആ കൂടെ അഭിനയിച്ചതിന്റെ ഇതിൽ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ പൃഥ്വിരാജൻ അന്ന് മുതലേ ടൊവിനോ എന്ന് പറയുന്ന ഒരു നടന്റെ ആത്മബന്ധവും അഭിനയ മികവും അദ്ദേഹം അന്നേ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് നിന്റെ മൊയ്തീനിൽ അതിൽ ആള് സജസ്റ്റ് ചെയ്തത്. അതിലൂടെ പിന്നീട് അങ്ങനെ നിരവധി ഗപ്പി, അങ്ങനെ ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചു. പിന്നീട് 2021 ബേസിൽ ജോസഫിന്റെ ഡയറക്ടറാണ് ഒരു സൂപ്പർ ഹീറോ ആയിട്ട് മിന്നൽ മുരളിയിൽ വന്നു. പിന്നീട് 2021 അദ്ദേഹം സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കല എന്ന് പറയുന്ന ഒരു മൂവി അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത് പിന്നീട് ഇപ്പോൾ എമ്പുരാനിൽ എത്തി നിൽക്കുന്നു. ഇതിനിടയിൽ ഒരുപാട് നല്ല നല്ല റോളുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. ബഷീർ, നീല വെളിച്ചം, നാരദൻ, തല്ലുമാല, നമ്മുടെ യൂത്തിന്റെ ഇടയിലൊക്കെ ഹിറ്റായിട്ടുള്ള ഒരു തല്ലുമാല എന്ന് പറയുന്ന ഫിലിമായ ആളുടെ ഒരു കരിയർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടും അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നായകനായിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാ വില്ലനായിട്ടും 2018 നല്ല പടമായിരുന്നു. സ്റ്റൈലിൽ നല്ലൊരു വില്ലൻ ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ലൂസിഫറിൽ തന്നെ നമ്മൾ കുറച്ച് അദ്ദേഹം സീനിലുള്ളൂ എങ്കിലും തനിക്ക് കിട്ടിയ റോൾ അദ്ദേഹം നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലേക്കാട്ടിൽ ഉപരി അതിൽ നമുക്ക് ലാലേട്ടനായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ സീൻസ് ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ടൊവിനോ തന്നെ പറഞ്ഞിട്ടുണ്ട് എമ്പുരാനിൽ ലാലേട്ടനായിട്ട് ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏട്ടനും അനിയനും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് എത്രമാത്രം ഡെപ്തിലാണ് എന്നുള്ളത് നമ്മൾ എമ്പുരാനിലൂടെ നമ്മളോടൊപ്പം ഞങ്ങളും കാണാൻ കാത്തിരിക്കുകയാണ്. മാർച്ച് 27 നമുക്ക് തിയേറ്ററുകളിൽ തന്നെ ജിതിൻ രാമദാസിനെയും സ്റ്റീഫനെയും എല്ലാം നമുക്ക് അവർ തമ്മിലുള്ള ബന്ധവും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കാം.